ഹായ്, ഇന്ന് ഞങ്ങൾ പൊന്മുടി പോവുകയാണ്. കുറച്ച് ഫാമിലിയിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഒരു ടെമ്പോയിലാണ് പോകുന്നത്. ഇത് കല്ലാറാണ് കേട്ടോ. കല്ലാറ് എത്തി ഞങ്ങൾ. അവിടെ മറ്റേ ഒരുപാട് കല്ലുകളുണ്ട് ആറിൽ. നല്ല രസമാണത് കാണാൻ. പ്രൊട്ടക്ഷന് വേണ്ടി അവിടെ ഒരു നെറ്റ് വെച്ചൊരു ഇത് വെച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ പക്ഷെ ആരും ഇറക്കുന്നില്ല. ഇങ്ങനെ പുറത്ത് നിന്നതൊന്ന് കാണാൻ പറ്റുന്നതേ ഉള്ളൂ. നല്ല രസമുണ്ട്. പേര് ഇഷ്ടംപോലെ കല്ലുണ്ട്. അങ്ങനെയാണ് എൻ്റെ പേര്. കല്ലാറിൽ മീൻമുട്ടി എത്തി. ഒരു ചെറിയ പാലമാണ്. നേരെ പൊന്മുടി പോകാൻ വണ്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ സമയം പോകാൻ അത്ര പറ്റത്തില്ല. ഒരു വണ്ടി പോയതിന് ശേഷം അടുത്ത് ഇങ്ങോട്ടൊരു വണ്ടിക്ക് പോകാൻ പറ്റൂ. അവിടെ അധികം തിരക്കൊന്നുമില്ലായിരുന്നു. ഞങ്ങളിപ്പോൾ അവിടെ എത്തി. പൊന്മുടിയിൽ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ വണ്ടിയിലാണ് ഞങ്ങൾ പോയത്. അവിടെ കുറച്ച് ഇരിക്കാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ടിക്കറ്റ് നിരക്ക് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോരുത്തർക്കും എങ്ങനെയാണ് 2 വീലർ പോകുമ്പോൾ എത്ര രൂപ അടയ്ക്കണം, കുഞ്ഞുങ്ങൾക്കുള്ള റേറ്റ് എല്ലാം ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ റേറ്റിന് എന്തോ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നാണ് തോന്നുന്നത്. എവിടെ നിന്നാണ് എടുക്കുന്നത്? ഗൂഗിൾ പേ ആണ് ചെയ്തത് കേട്ടോ. നമ്മൾ ഗൂഗിൾ പേ ചെയ്യണമെന്ന് തന്നെ അവർ പറഞ്ഞത്. അല്ലെങ്കിൽ ATM കാർഡ് അങ്ങനെയാണ്. ഇപ്പം മങ്കയവും ഇപ്പോൾ അങ്ങനെ ആക്കിയിട്ടുണ്ട്. മീൻമുട്ടി എല്ലായിടത്തും ഇപ്പോൾ കാർഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ GP ചെയ്തുകൊണ്ടാണ് ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ ക്യാഷായിട്ട് കൊണ്ടുപോകുന്നവർ അതൊന്ന് ശ്രദ്ധിക്കണം. പോണ വഴിയിൽ നല്ല കാട്, ഫുൾ കാടല്ലേ, 2 സൈഡും ഫുള്ളും കാടാണ്. ആരെങ്കിലും ഇതിൻ്റെ അകത്ത് പെട്ടുപോയാൽ പോലും അറിയാൻ പറ്റില്ല. വളവ് ഫസ്റ്റ് ഹെയർ പിന്ന് ഞങ്ങൾ വളഞ്ഞിട്ടുണ്ട്. ഫുള്ളും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. നമ്മൾ 2 വീലറിലൊക്കെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഈ ഹെയർ പിന്ന് നല്ല പോലെ എടുക്കാൻ പറ്റും, വീഡിയോ എടുക്കാൻ പറ്റും. ഇത് പക്ഷേ അങ്ങനെ പറ്റത്തില്ല. ഞങ്ങൾ പോയ എല്ലാവരുമാണ്. ഇത്രയും പേരേ ഉള്ളായിരുന്നു കേട്ടോ. ഞങ്ങൾ 18 പേരും പിന്നെ കുഞ്ഞുങ്ങളും. ഞങ്ങൾ ഇപ്പർ സൈഡാണ് വണ്ടിയിലിരുന്നത്. പക്ഷെ അപ്പർ സൈഡായിരുന്നു വ്യൂ കൂടുതലും ഉണ്ടായിരുന്നത്. നല്ല നല്ല കാഴ്ചകളുണ്ടായിരുന്നു. കണ്ടോ, വണ്ടികൾ ബാക്കിൽ വരുന്നുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ അധികം തിരക്കില്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെറിയ ചെറിയ ബിൽഡിങ്ങുകളുണ്ടായിരുന്നു. മറ്റേ തേയില നുള്ളുന്നതിൻ്റെ അതിൻ്റെ എന്തോ ഒരു ഷോപ്പുകളാണ്. ഇടയ്ക്ക് അങ്ങും ഇങ്ങുമൊക്കെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ടായിരുന്നു. കണ്ടോ, തേയിലയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ. വേണമെന്നുള്ളവർക്ക് വണ്ടി നിർത്തി വാങ്ങിയിട്ടൊക്കെ പോകാം. ഞങ്ങളൊന്നും വാങ്ങിയില്ല. വണ്ടികൾ വരുന്നുണ്ട്. ഇത് തേയില ആൾക്കാരിൽ നിന്ന് നുള്ളുന്നുണ്ടായിരുന്നു. തേയില നുള്ളുന്ന കുറച്ച് അങ്ങും ഇങ്ങുമൊക്കെ കുറച്ചുണ്ട് ആളുകൾ നിന്ന് നുള്ളുന്നുണ്ടായിരുന്നു. നോണ്ടേ കണ്ടോ, കുറച്ച് പേര് നുള്ളിക്കഴിഞ്ഞ് പോകുന്നവരും ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു ഇവിടെ നിന്നുള്ള കാഴ്ച. മലയും നല്ല രസമായിരുന്നു. വണ്ടി ബ്ലോക്കായായിരുന്നു. ബസ് 2 വന്നതുകൊണ്ട് KSRTC ബസ് 2 വിനോദയാത്ര എടുത്ത് ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾ ടെമ്പോയും കൂടെ ആയപ്പോൾ ബ്ലോക്കായി. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു. അപ്പം നമ്മൾ നോക്കിയപ്പോൾ താഴേന്ന് വണ്ടി വരുന്നത് നല്ലപോലെ കാണാം. അത് ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ബസ് അവിടെ ബ്ലോക്കായിട്ട് കിടക്കുന്നുണ്ടോ. ഞങ്ങൾ ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം നടന്നു. തേയിലത്തോട്ടമൊക്കെ കണ്ട് കുറച്ച് നടക്കാമെന്ന് വെച്ചു. തനൂട്ടി എന്ത് പറഞ്ഞാൽ ഇന്ന് നടക്കുന്നുണ്ട്. നടക്കാൻ അവൾക്ക് നല്ല മടിയുള്ള കൂട്ടത്തിലാണ്. ഇന്ന് അവൾ ഹാപ്പി ആയിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ വണ്ടി കയറി.
യാത്ര തുടർന്നു. ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഒരു ടിക്കറ്റൊക്കെ നോക്കും. അത് കഴിഞ്ഞിട്ട് ഒരു തുറന്നു തരും, അങ്ങ് പോവാം. അങ്ങനെ ഞങ്ങൾ പൊന്മുടി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതിന് മുന്നുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ അത്. പൊന്മുടി എത്തി. ഞങ്ങൾ പോയ സമയത്ത് അത്ര തിരക്കില്ലായിരുന്നു കേട്ടോ. വണ്ടികളൊക്കെ കുറച്ചേ ഉള്ളായിരുന്നു, അധികം തിരക്കില്ലായിരുന്നു. അവധി ദിവസമായിട്ട് പോലും അത്ര തിരക്കില്ലായിരുന്നു. ചെന്ന ടൈമിലാണ് കേട്ടോ. ഓരോരുത്തരായിട്ട് ഇറങ്ങുവാണ് വണ്ടിയിൽ നിന്ന്. സുനിതാമ്മ വരുന്നുണ്ട്, അടുത്ത ആള്. ഞങ്ങൾ ഇത്രയും പേരേ ഉള്ളായിരുന്നു പോകാൻ. കണ്ടു, ഇത്ര വണ്ടിയൊക്കെ ഞങ്ങൾ വന്ന സമയത്ത് കുറച്ച് വണ്ടികളെ ഉള്ളായിരുന്നു. ഈ വണ്ടിയിലാണ് ഞങ്ങൾ പോയത്. കുളമാങ്കോടുള്ള വണ്ടിയാണ്. ഞങ്ങളൊരു റിലേറ്റീവിൻ്റെ വണ്ടി തന്നെയാണ് കേട്ടോ. നടന്നു. സാധാരണ തനുവിന് നടക്കാൻ ഒട്ടും ഇഷ്ടമല്ല, പക്ഷെ അവൾക്ക് ഇവിടെ വരാൻ ഭയങ്കര താല്പര്യമായിരുന്നു. ഒരുപാട് നാളുകൊണ്ട് എന്നോട് പറയുമായിരുന്നു ഇവിടെ പോകണം. അവൾ പറയുന്ന മലയിൽ പോകണമെന്നാണ്. അവൾക്ക് പൊന്മുടിയെന്ന് പേരറിയില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ വണ്ടിയിൽ ഓട്ടിച്ച് പോകുമ്പോൾ ഇങ്ങനെ മല കാണുമ്പോൾ അവളെപ്പോഴും പറയും അവിടെ പോകണം, അവിടെ പോകണം. എന്ത് പറഞ്ഞാലും അവൾക്ക് അതിൻ്റെ ആ ഒരു സന്തോഷം അവൾക്ക് ഉണ്ടായിരുന്നു കൊണ്ടുപോയപ്പോൾ. അത് ഞങ്ങൾ മുകളിലോട്ട് പോയി. അവൾ ഹാപ്പി ആയിട്ട് പോവുകയാണ്. ഞങ്ങളെ കേശുവും അമ്പു അവർ രണ്ടുപേരും കമ്പനിയായിട്ട് അങ്ങ് പോവുകയാണ്. ഞങ്ങളങ്ങ് മുകളിൽ പോകാൻ വേണ്ടി പോവുകയാണേ. വഴി ഭയങ്കര കല്ലായിരുന്നു. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും വീഴും. ഞാൻ തനൂട്ടി നല്ല ആക്റ്റീവായിട്ട് ഓടിച്ചാടി പോകുന്നുണ്ട്. ഇച്ചിരി വെയിലുണ്ടായിരുന്നു ഞങ്ങൾ പോയപ്പോൾ. അധികം മഞ്ഞ് വന്ന സമയമല്ലായിരുന്നു. ഒരു 4 മണി ആ ടൈമിനാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അപ്പോൾ ഇച്ചിരി വെയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ പോയിട്ട് നേരെ താഴോട്ടിറങ്ങി. താഴെ ഒരു സ്ഥലമുണ്ട്, നല്ല തണലാണ്, നല്ല വൈബായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അങ്ങോട്ട് പോകാമെന്ന് വെച്ചാൽ എല്ലാവരും കൂടെ അങ്ങോട്ട് പോകുന്നുണ്ട്. പോകാൻ കുറച്ച് പാടായിരുന്നു. ഞങ്ങളിത് ഈ മരത്തിൻ്റെ ഇവിടെ പോകാനാണ് ഈ കഷ്ടപ്പെട്ട് ഇങ്ങനെ പോകുന്നത്. ഇച്ചിരി പാടായിരുന്നു ഇറങ്ങാനൊക്കെ. എല്ലാവരും പരസ്പരം ഹെൽപ്പ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഇത്തിരി കഷ്ടപ്പെട്ടെങ്കിലും സ്ഥലം അടിപൊളിയായിരുന്നു. നല്ല തണലും ആ പാറ നല്ല രസമായിരുന്നു. 2-3 പേരൊക്കെ മുകളിൽ കയറി ഇരിപ്പുണ്ടേ. എന്നിട്ട് ഞങ്ങളെയും വിളിക്കുന്നുണ്ട് ചെല്ലാൻ. അങ്ങനെ ഞങ്ങളും വലിഞ്ഞ് കയറി. അടുത്തത് ഇറങ്ങാനുള്ള പരിശ്രമമായിരുന്നു അത്.
നല്ലപോലെ കൂകുന്നത് ആരാണെന്നൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. ആരും ഒട്ടും മോശമല്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. കയറാനും ഇറങ്ങാനും ഇച്ചിരി പാടായിരുന്നു അവിടെ, പക്ഷെ പോയ സ്ഥലം അടിപൊളിയായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ മുകളിൽ പിന്നെ എത്തിയിട്ടുണ്ട്. തന്നൂട്ടി ഒരു കമ്പും എടുത്ത് ഞങ്ങളൊക്കെ ആനയാണെന്നും പറഞ്ഞുകൊണ്ട് അടിച്ചടിച്ച് ഞങ്ങളെയൊക്കെ നല്ല അടി പറ്റിച്ചായിരുന്നു. എന്നിട്ട് ഫ്രണ്ടേ പോവുകയാണ്. എന്തൊക്കെയോ അലപ്പായിരുന്നു. ഞങ്ങൾ മുകളിൽ പോയപ്പോൾ ഇത്രയും വണ്ടികളില്ലായിരുന്നു. തിരിച്ചു വന്നപ്പോൾ ഫുള്ള് നിറഞ്ഞ അവിടെ അത്രയും. അടുത്ത് വേറൊരു സ്ഥലത്തോട്ട് പോവുകയാണേ. ഇപ്പൊ കുറച്ച് തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ആളുകൾക്ക് വണ്ടിയിൽ പാട്ടൊക്കെ ഇട്ട് റീൽസ് ചെയ്യുന്നവരുണ്ട്, ഫോട്ടോ എടുക്കുന്നവരുണ്ട്. അവത്തങ്ങൾ കുറച്ച് ആൾക്കാരൊക്കെ നിന്ന് റീൽസ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വേറൊരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് മഞ്ഞ് വന്ന് തുടങ്ങിയായിരുന്നു. ഇവിടെ നിന്നാണ് മഞ്ഞ് വന്ന് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ചെറുതായിട്ട് മഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ അവിടെ പോകും. എല്ലാവരും കൂടെ അവിടെ ഇരിക്കും, വല്ലതും കഴിക്കും. കുറച്ച് നേരം അവിടെ ഇരിക്കും. അത് കഴിഞ്ഞ് പിന്നെ എണീക്കും, അടുത്ത സ്ഥലത്ത് പോകും, അവിടെ ഇരിക്കും, എന്തെങ്കിലും കഴിക്കും. ഞങ്ങൾ കഴിക്കാനാണോ എന്തിനാണ് ഇവിടെ വന്നതെന്ന് നമുക്ക് തന്നെ അറിയാൻ വയ്യ. അവിടെയൊക്കെ മഞ്ഞ് വന്നിട്ടുണ്ട്. തന്നൂട്ടിക്ക് അപ്പം കൈ പിടിച്ച് കറങ്ങണമെന്നും പറഞ്ഞ് കുറച്ച് നേരം കറങ്ങി വീഴാൻ പോയപ്പോൾ അങ്ങ് മതിയാക്കി. അടുത്ത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നടന്നു. ഉണ്ടോ, ഇത് വിനോദയാത്ര വന്ന ബസ്സാണ്. KSRTC ബസ്സിൽ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് വിനോദയാത്രയായിട്ട്. സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഓരോ ക്യാമ്പിൻ്റെ ഭാഗമായിട്ടും അങ്ങനെ ഇഷ്ടംപോലെ അങ്ങനെ KSRTC ബസ്സിൽ വരുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. അത് ഇവിടെയൊക്കെ മഞ്ഞ് വന്നു തുടങ്ങി കേട്ടോ. ഇത് വേറൊരു സ്ഥലമാണ്. അവിടെ നിന്ന് മഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ ഞങ്ങൾ പാറയുടെ മുകളിൽ കയറാൻ പോയി. അവിടെ വലിയ പാറയുണ്ട്. അവിടത്തേക്കുള്ള യാത്രയാണിത്. കണ്ടോ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു അവിടെ പാറയുടെ മുകളിൽ. പേരൊക്കെ എഴുതി വയ്ക്കും കുട്ടികൾ വന്ന്. മഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല കാറ്റായിരുന്നു അവിടെ. ഇതാണ് പാറ. വലിയ പാറയാണ് കേട്ടോ. മഞ്ഞ് വന്ന് തുടങ്ങി. സൂര്യൻ അസ്തമിച്ചും തുടങ്ങി. കാരണം നല്ല തിരക്കായിട്ടുണ്ട്. ഇഷ്ടംപോലെ വണ്ടികളൊക്കെ ആയി. 5 മണി കഴിഞ്ഞു, 5:30 ആയി.
ഇത് സ്റ്റാർട്ടിങ്ങിൽ വരുന്ന സ്ഥലത്തൊരു മാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്, മ്ലാവാണ് ഒരു ശില്പമുണ്ട്. അവിടെ ഇരിക്കാനായിട്ട് ചെറിയൊരു ഏരിയ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ഞങ്ങളെ വണ്ടിയുടെ അടുത്ത് വന്നു. കണ്ടോ, ഇഷ്ടംപോലെ വണ്ടി കയറി. അങ്ങനെ പൊന്മുടി കണ്ടു. തിരിച്ചിറങ്ങുവാണ്. ഇവിടെയൊക്കെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെയാണ് ഇപ്പുറത്തോട്ടായിട്ട്. ഇവിടെ ഇരിക്കാനുള്ള കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് പേരൊക്കെ അവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. നല്ല രസമായിരുന്നു. നമ്മൾ ഇറങ്ങിയ സമയമായിരുന്നു മഞ്ഞ് വന്ന സമയം. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും വണ്ടി